അപ്പച്ചൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയിട്ട് അടുപ്പിച്ച് 2 ദിവസമായിട്ടാണ് വന്നത്. ഞായറാഴ്ച ചേട്ടൻ്റെ ബർത്ത്ഡേയും തിങ്കളാഴ്ച അപ്പച്ചൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞായറാഴ്ച രണ്ടും കൂടി ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. ബിരിയാണി അരി സെപ്പറേറ്റ് ആണ് വെച്ചത്. അപ്പോൾ കുറച്ച് കുക്കിംഗ് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കുറച്ച് തട്ടിക്കൂട്ട് ബ്രെഡ് റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പച്ചനും അമ്മയും ആയതുകൊണ്ട് അത് കഴിക്കും. പിന്നെ ചിക്കൻ ഇവിടെ മുളകും മല്ലി എല്ലാതും പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നുറുക്കി വെച്ചു. പണിത്തിരിക്കിനിടയിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റില്ലേ. അപ്പോൾ നോക്ക്, എൻ്റെ ബ്രെഡ് റോസ്റ്റ് ഇവിടെ കരിഞ്ഞു പോയി, ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ എളുപ്പവും ഇവിടെ കൂടുതൽ ഇഷ്ടമുള്ളതും സേമിയ പായസമാണ്. അതുകൊണ്ടാണ് കേട്ടോ മിക്കപ്പോഴും അത് ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടിൽ പശുവിൻ്റെ പാലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് സേമിയ പായസം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ മൈക്രോവേവ് ഓവൻ വാങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഫസ്റ്റായിട്ട് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് അത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ കുക്കിംഗ് ചെയ്ത് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടോ?